മ്യൂച്വൽ ഫണ്ടിൽ ആവറേജ് ഒരു 13-15% റിട്ടേൺ കിട്ടുന്ന ഒരു ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കൺവെൻഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് ആയിട്ടുള്ള ബാങ്ക് ഡെപ്പോസിറ്റ്സ്, റെക്കറിങ് ഡെപ്പോസിറ്റ്സ്, ഇൻഷുറൻസ് പോളിസീസ്, ഇതൊക്കെ ആൾക്കാർ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനൊരു കാലഘട്ടം ഇല്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നു. നമ്മളൊരു ഇന്ത്യയിലല്ലേ ഈ കഥ പറയുന്നത്, അല്ല, നമ്മൾ US നോക്കുകയാണെങ്കിൽ US സ്റ്റോക്ക് മാർക്കറ്റിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത പലരും ചെറിയ പൈസ കൊണ്ട് തന്നെ മില്യനേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. ഉറപ്പാണ്, ആ ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കും സാധിക്കും. ഡെയിലി 100 രൂപ മാറ്റിവെച്ച് 1 കോടി രൂപ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമോ? അതും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ? സാധിക്കുമോ? ഉറപ്പായിട്ടും സാധിക്കേണ്ടതാണ്. സാധിക്കുമെങ്കിൽ സാധിക്കുമെന്ന് പറഞ്ഞാൽ സാധിക്കില്ലെങ്കിൽ സാധിക്കും. ഉറപ്പായിട്ടും അത് സാധിക്കും. ഏതൊരു ഇൻവെസ്റ്ററിനും ചെറിയ പൈസ എടുത്ത് വെച്ചിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. അതുതന്നെയാണ് ഹിസ്റ്ററി നമ്മളെ കാണിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ഇന്ത്യയിലല്ലേ ഈ കഥ പറയുന്നത്, അല്ല, നമ്മൾ US നോക്കുകയാണെങ്കിൽ US സ്റ്റോക്ക് മാർക്കറ്റിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത പലരും ചെറിയ പൈസ കൊണ്ട് തന്നെ മില്യനേഴ്സായിട്ട് മാറിയിട്ടുണ്ട്. ഉറപ്പാണ്, ആ ഒരു പേഷ്യൻസ് ഉണ്ടെങ്കിൽ നമുക്കും സാധിക്കും. അതുതന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും യഥാർത്ഥ കോമ്പൗണ്ടിങ് പവർ എന്ന് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ ട്രഡീഷണലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ആളുകൾ വളരെയധികം ഒഴിവാക്കി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരുപാട് കൂടി നിൽക്കുന്ന ഒരു സമയമാണ് ഇതല്ലേ? എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ, അതായത് എല്ലാവരും പറയുന്നത് അതായത് സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻസിൽ ഗ്യാരൻറ്റീഡ് റിട്ടേൺ ആണ്. മ്യൂച്വൽ ഫണ്ടിൽ നമുക്കൊരു ഗ്യാരൻറ്റീഡ് റിട്ടേൺ കിട്ടുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഈ മ്യൂച്വൽ ഫണ്ട് ട്രെൻഡ് നമ്മുടെ വിപണിനെ മൊത്തത്തിൽ, സ്റ്റോക്ക് മാർക്കറ്റ് മാത്രമല്ല മൊത്തത്തിലുള്ള വിപണിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ആൾക്കാർ പലരും റിയൽ എസ്റ്റേറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലാറ്റുകൾക്കും വില്ലകൾക്കും ഒക്കെ നമ്മുടെ നാട്ടിൽ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു. 2 റീസണാണ്. ഇപ്പോൾ ആളുകളെല്ലാം ഈ ഫണ്ടുകൾ ബാങ്കുകളിലിടാതെ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലോട്ടോ ഫ്ലാറ്റോ വാങ്ങിയിടാതെ മ്യൂച്വൽ ഫണ്ടിൽ കൊണ്ടുപോയിടാനായിട്ട് തയ്യാറായി വരുന്നുണ്ട്. ഇത് പല ബിൽഡേഴ്സിനും വരെ വളരെ വലിയ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, കുട്ടികൾ കൂടുതൽ വിദേശത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഡസ്ട്രീനെ നെഗറ്റീവാണ്. അപ്പോൾ 2 റീസൺസ് കൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ നിന്ന് റിട്ടേൺ സാധാരണ കിട്ടുന്നതിനേക്കാൾ കുറവായതുകൊണ്ട് കൂടുതൽ മ്യൂച്വൽ ഫണ്ടിലോട്ട് ഫണ്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കൺവെൻഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ്സ് ആയിട്ടുള്ള ബാങ്ക് ഡെപ്പോസിറ്റ്സ്, റെക്കറിങ് ഡെപ്പോസിറ്റ്സ്, ഇൻഷുറൻസ് പോളിസീസ്, ഇതൊക്കെ ആൾക്കാർ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനൊരു കാലഘട്ടം ഇല്ല എന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അത്രയും സേഫ്റ്റിയിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ ഒത്തിരി പൈസ ഉണ്ടായിട്ട് ഒരു 20% ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ മാത്രമാണ് അങ്ങോട്ടേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഗ്രോത്ത്, ഇന്ത്യ ഗ്രോ ചെയ്യും എന്നുള്ള ആ ഒരു ഹോപ്പ് ആൾക്കാർക്ക് ഭയങ്കര വലുതാണ്. കാരണം കൺസിസ്റ്റൻ്റ്ലി 8% ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ലോകത്ത് എവിടെ കൊണ്ടുപോയാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക? തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് പേര് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് വരുന്നുണ്ട്. അവർക്കൊരു കൺഫ്യൂഷനാണ്. അതായത് ഒരുപാട് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത്, അതായത് എല്ലാവർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ്, ഞാൻ ചൂസ് ചെയ്യുന്നത് കറക്റ്റാണോ? ഇപ്പോൾ അങ്ങനെ ഒരു പേടി എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെ സെലക്ഷൻ പ്രോസസ്സ് നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പറയേണ്ടത് 1 കോടി എങ്ങനെ ഉണ്ടാക്കാം എന്നല്ലേ. ഏത് മ്യൂച്വൽ ഫണ്ടിലിട്ട് അത് ഏത് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് ഷെയർ ചെയ്യാം. 100 രൂപ ഒരു ദിവസം മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരു മാസം 3000 രൂപ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതായത് അവധി ദിവസങ്ങളിലും 100 രൂപ വെച്ചെടുത്ത് ഒരു മാസം 3000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഏകദേശം ഒരു 20, 25 to 30 കൊല്ലം കൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ആവറേജ് ഒരു 13-15% റിട്ടേൺ കിട്ടുന്ന ഒരു ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ ഗ്രോത്ത് അടുത്ത 30 വർഷം കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇപ്പോഴത്തെ ഗ്രോത്ത് അടുത്ത 30 വർഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു രാജ്യവും ഇത്രയും വലിയൊരു ഗ്രോത്ത് കൊടുത്തിട്ടില്ല. ഫോർ എക്സാമ്പിൾ ചൈന ഗ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 1990 മുതൽ നോക്കുകയാണെങ്കിൽ ചൈനയുടെ ഗ്രോത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു, US ഗ്രോത്ത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ കൃത്യമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഇനി ഭാവിയിൽ ഹെഡ്ജ് ഫണ്ടുകൾ വരികയാണെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ ഫണ്ട് മാറ്റി കൃത്യമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് എടുക്കുന്ന ഒരാൾക്ക് ഇത് കൃത്യമായിട്ട് സാധിക്കും. ഇനി എങ്ങനെ ഫണ്ട് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. സിൽവി ട്രേഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഒരു ഫണ്ട് ചൂസ് ചെയ്യുന്നത്? മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, ഈ പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരും എങ്ങനെയാണ് ഫണ്ട് ചൂസ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടെ, നമുക്ക് മനസ്സിലാക്കാമല്ലോ. പറയൂ, എങ്ങനെയാണ് ഒരു ഫണ്ട് ചൂസ് ചെയ്യുന്നത്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈറ്റിൽ പോവും, അതുപോലെ തന്നെ നല്ല മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കും. അതായത് പ്രീവിയസ്ലി അത് എത്ര ആവറേജ് റിട്ടേൺ തന്നിട്ടുണ്ട്, ഓക്കെയാണ്. പിന്നെ ഞാൻ കുറച്ചും കൂടി സേഫ് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളായതുകൊണ്ട് ഐ വിൽ ഓൾവേസ് ചൂസ് ലാർജ് ക്യാപ് ഫണ്ട്. ബ്ലൂ ചിപ്സ് ആണ് നോക്കുന്നത്. ഓക്കെ, അവിടെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് പെർഫോമൻസ് നോക്കും എന്നുള്ളത് തന്നെയല്ലേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം കഴിഞ്ഞ 6 മാസം എത്ര റിട്ടേൺ തന്നിട്ടുണ്ട്, കഴിഞ്ഞ
ഒരു മാസം എത്ര റിട്ടേൺ തന്നിട്ടുണ്ട്, നല്ല റിട്ടേൺ ഉണ്ടെങ്കിൽ ഞാനും ഇൻവെസ്റ്റ് ചെയ്യാം എന്നതാണ് പലരും ചൂസ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ, ടി വിയിൽ എപ്പോഴും പരസ്യമുണ്ട്, അത് വേറെ കേസ്. അതിന് നമ്മൾ വെബ്സൈറ്റുകളിൽ പോയി നോക്കുകയാണെങ്കിൽ അവർ കുറച്ച് ഫണ്ടിൻ്റെ സജഷൻസ് തരും. ഇത്രയും ഫണ്ട് ഹൗസുകളുണ്ട്, എത്ര ഫണ്ട് ഹൗസുകളുണ്ടെന്ന് അറിയും. അപ്രകാരം ഫണ്ട് ഹൗസുകളുണ്ട്. ഇപ്പോൾ സെറോദയും ഗ്രോയും വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഫണ്ട് ഹൗസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഫണ്ട് ഹൗസുകൾ AMCs നമുക്ക് കറൻറ്റ്ലി ഉണ്ട്. അപ്പോൾ ഇത്രയും ഫണ്ട് ഹൗസുകളിൽ ഒത്തിരി ഫണ്ടുകളുണ്ട്. ഈ ഫണ്ടുകളിൽ നമ്മൾ ഏത് ഫണ്ട് ചൂസ് ചെയ്യും എന്നുള്ള വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇവർ സജസ്റ്റ് ചെയ്യുമ്പോൾ ഇവർ കാശ് മേടിച്ചിട്ട് ഇന്ന ഫണ്ട് ഹൗസിൽ ഇടാനായിട്ട് പറയാലോ, അങ്ങനെ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു ക്രൈറ്റീരിയ നമുക്ക് എപ്പോഴും ഫണ്ടുകൾ കണ്ടുപിടിക്കാനായിട്ടാണ്. ഞാനൊരു സിമ്പിൾ മെത്തേഡ്, വളരെ സിമ്പിൾ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ മിനിമം 5 to 5 ഇയറിൽ ഒരു ആവറേജ് റിട്ടേൺ ഒരു 15% കൂടുതൽ, CAGR 15% കൂടുതൽ തന്നിരിക്കുന്ന ഫണ്ടിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു 5 വർഷത്തെ ടൈം പീരീഡിൽ 15% CAGR തന്ന ഫണ്ട് നോക്കുക. എന്നിട്ട് ഈ ഫണ്ടുകളിൽ ലാസ്റ്റ് 3 to 6 മന്ത് ഏറ്റവും മോശം പെർഫോമൻസ് നടത്തിയ ഫണ്ടുകളെ ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള തന്ത്രം വളരെ ഫലപ്രദമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 5 വർഷത്തിൽ അവർ ടോപ്പ് ഫണ്ടുകളാണ്, 15% ആവറേജ് റിട്ടേൺ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സൂപ്പർ ഫണ്ട്സ്. അല്ലെങ്കിൽ ഒരു വേണമെങ്കിൽ 20% നോക്കിക്കോ, 5 വർഷത്തെ CAGR 20-ന് മുകളിലുള്ള ഫണ്ടുകൾ എടുക്കുക. അതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ലാസ്റ്റ് 1 ഇയർ അല്ലെങ്കിൽ ലാസ്റ്റ് 6 മന്തിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ടുകളിലായിരിക്കും എല്ലാ ആളുകളും ഫണ്ടിടുക. സോ ഒത്തിരി ഫണ്ട് ഒരു ഫണ്ടിലോട്ട് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത് ആ ഫണ്ടിൻ്റെ പെർഫോമൻസിനെ ബാധിക്കുകയും പിന്നീടുള്ള ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം ആ ഫണ്ട് ലെസ് പെർഫോമൻസ് നൽകുകയും ചെയ്യും. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഹെഡ്ജ് ഫണ്ട് ഉണ്ട്, നമ്മുടെ പീറ്റർ ലിഞ്ചിൻ്റെ മഗല്ലൻ ഹെഡ്ജ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ഈ ഫണ്ട് ഓവർ എ പീരീഡ്, നമ്മളൊരു 30 വർഷം അല്ലെങ്കിൽ 40 വർഷത്തെ ഓവർ എ പീരീഡ് നോക്കുകയാണെങ്കിൽ ആവറേജ് CAGR 30% കൊടുത്തിട്ടുണ്ട്. എന്നാൽ വളരെ രസകരമായിട്ടുള്ളൊരു എക്സാമ്പിളാണത്. ഈ ഫണ്ടിൽ റീറ്റെയിലേഴ്സ് എപ്പോഴും ലോസ് ആയിരുന്നു. എന്താ സംഭവം എന്നറിയോ? ഈ ഫണ്ട് ഫസ്റ്റ് ഇയറിൽ ഒരു 70% റിട്ടേൺ കൊടുത്തു എന്നായിരിക്കും. സെക്കൻഡ് ഇയറിൽ ഈ ഫണ്ടിന് വേണ്ടി ഇടിയാണ്, എല്ലാവരും ഈ ഫണ്ട് വാങ്ങുന്നു. അടുത്ത 3 വർഷം ചിലപ്പോൾ ഈ ഫണ്ട് റിട്ടേൺസ് ഒന്നും കൊടുക്കില്ല, പെർഫോം ചെയ്യില്ല. അപ്പോൾ ആളുകളെല്ലാം അവിടെ ഇട്ടിരിക്കുന്ന ഫണ്ട് വിഡ്രോ ചെയ്യും. പിന്നീടുള്ള വർഷം ചിലപ്പോൾ ഇത് അടുപ്പിച്ച് 2 വർഷം വളരെ മികച്ച റിട്ടേൺസ് കൊടുക്കും. അപ്പോൾ ഈ റിട്ടേൺസ് കാണുമ്പോൾ വീണ്ടും റീറ്റെയിലേഴ്സ് ഓടി വരും, അവർ ഫണ്ട് ഇടും. അപ്പോൾ ഇത് റീറ്റെയിലേഴ്സ് മൈൻഡ് സെറ്റാണ്. പല കാരണങ്ങൾ കൊണ്ട് ഫണ്ട് ബ്ലോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ലോങ് ടൈമിലോട്ട് ചിന്തിക്കാനോ അവർ തയ്യാറല്ല. സോ നിങ്ങളൊരു ഫണ്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇടുന്നുണ്ടെങ്കിൽ ലോങ് ടൈം പേഴ്സ്പെക്റ്റീവിൽ കൃത്യമായിട്ട് ചിന്തിക്കുക, ഹോൾഡ് ചെയ്യുക, എപ്പോഴും ട്രാക്ക് മാറ്റി കളിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ക്ലയൻസിനൊക്കെ മ്യൂച്വൽ ഫണ്ട് സജസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ ഒരു ക്രൈറ്റീരിയാസൊക്കെ നോക്കി ഓരോ വ്യക്തിയുടെ റിസ്ക് കപ്പാസിറ്റി ഉണ്ട്, ആ റിസ്ക് കപ്പാസിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇനി അവർക്കുടെ ഓരോ ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ട്. ഇപ്പോൾ കുട്ടികളുടെ കല്യാണം അല്ലെങ്കിൽ കുട്ടികളുടെ പഠനം, റിട്ടയർമെൻറ്റ്, എത്ര വർഷമുണ്ട്, ഇതെല്ലാം ഈ ക്രൈറ്റീരിയാസ് എല്ലാം കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് എത്ര രൂപ ഇടണം, എങ്ങനെ രൂപ എത്ര ശതമാനമാണ് സാലറിയുടെ, എങ്ങനെ ഈ ഫണ്ട് കൂട്ടാൻ പറ്റും, ഇത്തരത്തിലുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പേഴ്സണൽ ഫിനാൻസ് സപ്പോർട്ടാണ് നമ്മൾ കൊടുത്ത് അവരെ ആ ഒരു ഫിനാൻഷ്യൽ ഗോൾ അച്ചീവ്മെൻറ്റിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. സുനിൽ പറഞ്ഞ പോലെ SIP ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുടെ ഏജ്, അതായത് നമ്മളൊരു 20-28 വയസ്സിൽ നമ്മളുടെ കയ്യിൽ കാശുള്ള പോലെ ആയിരിക്കില്ല 28 കഴിഞ്ഞാൽ നമ്മുടെ ചിലവും നമ്മൾക്ക് കിട്ടുന്ന പൈസയും. അപ്പോൾ അതനുസരിച്ച് ആ എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഏജ്, പിന്നെ നമ്മൾ റിസ്ക് എടുക്കുന്ന ഏജ് ഉണ്ട്. നമ്മളൊരു 20-30s എടുക്കുന്ന റിസ്ക് ആയിരിക്കില്ല നമ്മൾ 30 എബോവ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന റിസ്ക്. അവിടെ നമുക്ക് കുറച്ചും കൂടി കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ റിസ്ക് നോക്കണം. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ സുനിൽ പറഞ്ഞ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ. അതെ, തീർച്ചയായിട്ടും. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് 10,000 രൂപ വെച്ച് മന്ത്ലി ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട് എങ്കിൽ ഒരു 22-ലോ 23-ലോ ജോലി കിട്ടി, ഒരു നല്ല ജോലി കിട്ടിയ ഒരു വ്യക്തിക്ക് 15,000 ഒക്കെ വളരെ ഈസി ആയിട്ട് സേവ് ചെയ്യാം. കാരണം ആ സമയത്ത് നമുക്ക് ചിലവുകൾ കുറവാണ്, കൃത്യമായിട്ട് സേവ് ചെയ്യേണ്ട പ്രായമാണ്. എന്നാലും ഒരു 35 വരുമ്പോൾ നമുക്ക് ചിലവ് കൂടും, പക്ഷെ അപ്പോഴും സാലറി കൂടിയിട്ടുണ്ടാവും. അപ്പോഴും 15,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് സാലറിയുടെ ചിലപ്പോൾ 10% ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ സാലറിയുടെ 25% ഉണ്ടാവത്തുള്ളൂ. കാരണം സാലറി കൂടിയിട്ടുണ്ടാവുമല്ലോ 15 കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസ് വന്നു കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഇതെല്ലാത്തിനും ഹൈ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു 15,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ
ഇതിൻ്റെ ഒരു 2500 to 5000 രൂപയ്ക്ക് സ്മോൾ ക്യാപ്പിലൊക്കെ ഇട്ടിട്ട് അവിടെ റിസ്ക് കൂടുതലെടുക്കാം, അവിടെ ഗ്രോത്ത് കൂടുതൽ കിട്ടട്ടെ. എന്നാൽ 10,000 റുപ്പീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിൻ്റെ 75% നമ്മൾ എന്ത് ചെയ്യുക, ലാർജ് ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ അല്ലെങ്കിൽ നമ്മൾ ബ്ലൂ ചിപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തൊരു കൺസിസ്റ്റൻറ്റ് ഗ്രോത്തിന് വേണ്ടി നോക്കുക. അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ടായാലും മതി, നമ്മൾ ETFസിലായാലും വളരെ മികച്ച റിട്ടേൺസ് നമുക്ക് ലോങ് ടൈമിൽ കിട്ടും. അപ്പോൾ ഒരു 25% സേവിങ്സിന് എന്ത് ചെയ്യാം, റിസ്ക് എടുക്കാമെന്നേ. എത്ര വയസ്സ് വരെ? നമുക്കൊരു 45 വയസ്സ് വരെയൊക്കെ, അല്ലെങ്കിൽ നമുക്ക് ജോലി റിട്ടയർഡ് ആകുന്ന വരെ നമുക്ക് റിസ്ക് എടുക്കാം. ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം അപ്പോൾ അതൊരു വലിയ കോർപ്പസ് ആയിട്ടുണ്ടാവും. ആ ഒരു കോർപ്പസിനെ നമുക്ക് ഒരു നല്ല ബ്ലൂ ചിപ്സിലോട്ട്, അല്ലെങ്കിൽ നമുക്കൊരു 10% റിട്ടേൺ കിട്ടുന്ന ബ്ലൂ ചിപ്പ് ആയാലും മതി ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. കാരണം എന്താ, പിന്നീട് നമുക്ക് ലൈഫിൽ റിസ്ക് എടുത്ത് വേറൊരു ഇൻകം വരാനില്ല, മാക്സിമം ആയി. ഇനി നമുക്കെന്താണ്, ഇത്ര നാൾ നമ്മൾ സേവ് ചെയ്ത ഒരു എമൗണ്ടിൽ നിന്ന് നമുക്ക് ഇനിയുള്ള കാലം അടിപൊളിയായിട്ട് ജീവിക്കണം. അപ്പോൾ അവരെന്ത് ചെയ്യരുത്, അവർ പോയിട്ട് ഹൈ റിസ്കി ഫ്ലെക്സി ക്യാപ്പോ ലാർജ് ക്യാപ്പോ ഒന്നും ചെയ്യരുത്. ഞാൻ പറയും, അവർ ഒരു 50% പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് റെക്കറിങ് കിട്ടുന്ന, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബോണ്ടുകളുണ്ട്, 7.5% നമുക്ക് കിട്ടുന്ന, നമുക്ക് നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് വഴി മേടിക്കാൻ സാധിക്കുന്ന ബോണ്ടുകളുണ്ട്. ആ ബോണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. 7.5% ഫിക്സഡ് ആണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയാണ്. അപ്പോൾ അതിൽ കൂടുതൽ ഗ്യാരണ്ടി വേറെ അങ്ങൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെ എല്ലാവരും പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ്. ഈ ഒരു വിഡ്രോവൽ പ്ലാൻ ഉണ്ടല്ലോ, അതായത് SWP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, SWP സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അല്ലെ. എല്ലാവരും ഇപ്പം പൊതുവെ ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ, അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ, ലൈക്ക് UAE പോലെയുള്ള സ്ഥലങ്ങളിലുള്ളവർ എപ്പോഴും ഇവിടെ വന്ന് സെറ്റിൽ ആവാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ UK-യും യൂറോപ്പും വരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പല കോളുകളും നമുക്ക് റീസെൻ്റ്ലി കിട്ടുന്ന പല ക്ലയൻസും സംസാരിക്കുന്നത് ആ രീതിയിലാണ്. സുനില, എനിക്കൊരു 10 കൊല്ലം ഇവിടെ നിൽക്കാൻ ആഗ്രഹമുള്ളൂ, 10 കൊല്ലം കൊണ്ട് എനിക്ക് റിട്ടയർമെൻറ്റ് സെറ്റ് ചെയ്യണം. ഗൾഫിൽ നിന്ന് വരുന്ന കോളുകൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിട്ടയർമെൻറ്റ് പ്ലാൻ സെറ്റ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് സാലറി കൂടുതലുണ്ടാവും. അപ്പോൾ ഒരു 25,000 to 50,000, 25,000 മുതൽ 50,000 രൂപ വരെ അവർ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കും. കാരണം അവർക്ക് അത്ര സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് എവിടെ ഇടണം എന്നറിയാം. പലരും ചിട്ടികളിലൊക്കെയാണ് പോയി ചേരുക. അതിനേക്കാൾ നല്ലത്, അവർക്ക് 10 കൊല്ലത്തേക്കൊരു നീഡില്ല എങ്കിൽ മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് ഏറ്റവും തീർച്ചയായിട്ടും. അതായത് ഈ പറഞ്ഞ പോലെ ഗൾഫിലെ ജോലി കളഞ്ഞിട്ടാണ് അവർ നാട്ടിലേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ആളുകൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ എന്താ പറയുക, സ്ഥലം മേടിച്ച് ബിൽഡിംഗ് പണിയുന്ന വാടകയ്ക്ക് കൊടുക്കുന്ന പോയി. അതെ, തീർച്ചയായിട്ടും. അപ്പം അവർ ചെയ്യേണ്ടത്, അവർക്കൊരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അവർ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വിഡ്രോവൽ പ്ലാൻ അവരെങ്ങനെയാണ് സഹായിക്കുക? ഞാൻ പറയാം, നാട്ടിൽ വന്നൊരു ബിസിനസ് തുടങ്ങുന്നതിനേക്കാൾ ഫാർ ബെറ്റർ അവർ ആ 10 കൊല്ലം കൊണ്ട് ഒരു വലിയ ക്യാപിറ്റൽ ഉണ്ടാക്കുക. ഒരു 50,000 രൂപ വെച്ച് SIP ചെയ്യുക, അല്ലെങ്കിൽ 25,000 രൂപ വെച്ച് SIP ചെയ്ത് അവരുടെ ക്യാപിറ്റൽ 10 കൊല്ലം അല്ലെങ്കിൽ 15 കൊല്ലം കൊണ്ട് 1 കോടി അല്ലെങ്കിൽ 2 കോടിയിലോട്ട് ഒന്ന് എത്തിക്കുക. ഇത് വളരെ ഈസി പ്രോസസ്സാണ്. മ്യൂച്വൽ ഫണ്ടിലൂടെ അടുത്ത 15 കൊല്ലം കൊണ്ട് വളരെ ഈസി ആയിട്ട് അവർക്ക് നടക്കും. അപ്പോൾ അതിന് ഭയങ്കര അസാധ്യമായിട്ടുള്ള ബുദ്ധിയൊന്നും വേണ്ട. നമ്മളെപ്പോലുള്ള ഒരു സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ട് അഡ്വൈസറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഡയറക്റ്റോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കിത് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം മന്ത്ലി അവരുടെ ചിലവൊക്കെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഫണ്ട് അതിൽ നിന്ന് വിഡ്രോവൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. SWP എന്ന് പറയും, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഈ സാധനം ലൈഫ് ലോങ് അവർക്കൊരു ഇൻകം കൊടുക്കുന്ന രീതിയിലോട്ട് മാറാൻ പറ്റും. അപ്പോൾ ഒരു 15 കൊല്ലം SIP ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50 കൊല്ലം SWP മേടിച്ച് ബാക്കി തന്നെ ഫണ്ട് ഉണ്ടാവും. ആ ഫണ്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുത്തിട്ട്, അല്ല അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ പോയി ജോലി ചെയ്യുന്നത്. ഇനി ഊനി കൊണ്ടുവരുന്നത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം. ഇല്ല, നമ്മുടെ വെൽത്ത് എന്തായാലും നമ്മളെല്ലാവരുടെ സ്ഥലമാണെങ്കിലൊക്കെ നമുക്ക് കൈമാറി വന്നിരിക്കുന്നതല്ലേ. വെൽത്ത് ഉറപ്പായിട്ട് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ടതാണ്. അത് എന്തായാലും നമ്മൾ കൊടുക്കണം. അതുപോലെ യൂറോപ്പിലൊക്കെ സെറ്റിൽ ആവാൻ, യൂറോപ്പിലൊക്കെ പോയിരിക്കുന്ന കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് അവർ ലോൺ എടുത്തിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ അവർ ഈ ലോണൊക്കെ അടച്ച് തീർത്തിട്ട് വേണം സേവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ എന്നുള്ളൊരു കാര്യം പലപ്പോഴും അവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിക്കും വളരെ മണ്ടത്തരമല്ല. അതായത് ലോണൊക്കെ കഴിഞ്ഞിട്ട് സേവ് ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ഇത് അപ്പോഴേക്കും തിരിച്ചു വരേണ്ട സമയം. യൂറോപ്പിലോട്ട് പോയ ആളുകൾ മാത്രമേ, ഹൗസിംഗ് ലോൺ എടുക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ലോൺ ഉള്ള എല്ലാ വ്യക്തികളും ലോൺ അടയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്തൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ലോൺ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കണം എന്നുള്ളത് വാസ്തവത്തിലുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ചിട്ടികളൊക്കെ ഉപയോഗിക്കാം. മ്യൂച്വൽ ഫണ്ടിന് പകരം ചിട്ടികൾ കൃത്യമായിട്ട് വിളിച്ചെടുത്തുകൊണ്ട് ലോണിലോട്ട് പെട്ടെന്ന് അടച്ച് ലോൺ ക്ലോസ് ചെയ്യാം. അപ്പോൾ പലിശ കൊടുക്കണ്ട.
അല്ല ചിട്ടി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ അവർക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് കൃത്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലോൺ തീർന്ന് വരുമ്പോഴേക്കും ഇപ്പുറത്തെ ഒരു സേവിങ്സും റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും മ്യൂച്വൽ ഫണ്ട് ഏറ്റവും അവസാനം ഒന്നിച്ച് വിഡ്രോവൽ എടുക്കാം എന്നായിരിക്കും വിചാരിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ടാക്സിൽ കുറച്ച് പണി കിട്ടുന്നൊരു കാര്യമാണ്. എന്ത് ചെയ്യണമെന്നറിയോ? മൾട്ടിപ്പിൾ ഇയേഴ്സായിട്ട് വിഡ്രോവൽ എടുക്കണം. ഇപ്പോൾ ഞാനൊരു 15 കൊല്ലത്തെ പെർസ്പെക്റ്റീവിൽ എൻ്റെ 15ാമത്തെ കൊല്ലം എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് കരുതുക. ഓക്കെ, മ്യൂച്വൽ ഫണ്ടിൽ. അപ്പോൾ 15ാമത്തെ കൊല്ലം ഞാൻ ഒന്നിച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 10% ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം? 1 ലക്ഷം രൂപയ്ക്ക് വരെ നമുക്ക് ടാക്സ് റിഡക്ഷൻ ഉണ്ട്. ഈ 10ാമത്തെ അല്ലെങ്കിൽ 12ാമത്തെ വർഷം മുതൽ ഈ 1 ലക്ഷം രൂപയുടെ താഴെ വരുന്നൊരു എമൗണ്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വിഡ്രോവൽ എടുത്തുകൊണ്ട് നമ്മൾ നോൺ ടാക്സബിളിലോട്ടോ അല്ലെങ്കിൽ മറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലോട്ടോ ഒക്കെ നമ്മൾ മാറ്റി ഇട്ട് കഴിഞ്ഞാൽ 15ാമത്തെ വർഷം പെട്ടെന്നൊരു ഹ്യൂജ് ക്യാപിറ്റൽ വിഡ്രോ ചെയ്യുമ്പോൾ 10% കൊടുക്കേണ്ട ആ ഒരു ടാക്സിൽ നിന്ന് ചെറുതായിട്ട് രക്ഷപ്പെടാം എന്നുള്ളൊരു കാര്യമുണ്ട്. ഇത് പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ 3 കൊല്ലം കൊണ്ട് ഏറ്റവും കൂടുതൽ 3 ലക്ഷം രൂപ എങ്കിലും ടാക്സ് ഇല്ലാതെ ഒപ്പിക്കാലോ, വേണ്ട, ടാക്സ് ഇല്ലാതെ പല രൂപയും നമുക്കങ്ങനെ പുറത്ത് കൊണ്ടുവരാം. അത് മാത്രമല്ല, ഫുള്ളായിട്ട് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് ചിലവായി പോകുന്ന ചാൻസും കൂടുതൽ. അല്ല, അങ്ങനെ വിഡ്രോവലിന് വേണ്ടി ചെയ്യുന്ന ആൾക്കാർ ചിലവായി പോവാം, മണ്ടത്തരങ്ങളൊക്കെ പറ്റാം. പക്ഷേ എന്താ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. SIPയിൽ നിന്നാണ് നിങ്ങൾ കാശ് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളുടെ മെച്യൂരിറ്റിയും നിങ്ങളുടെ മെൻ്റൽ കപ്പാസിറ്റിയും അതനുസരിച്ച് ഗ്രോ ചെയ്തിട്ടുണ്ടാകും. നമ്മുടെ ക്യാപിറ്റൽ വലുതാകുന്ന പോലെ തന്നെ നമ്മുടെ മാനസികാവസ്ഥയും വലുതായിട്ടുണ്ടാവും. ഇപ്പോൾ ലോട്ടറി അടിച്ചാണ് നമുക്കൊരു 10 കോടി കിട്ടുന്നതെങ്കിൽ നമ്മുടെ മാനസിക നില വളരുന്നില്ല. ഫണ്ട് കയ്യിലുണ്ട്, പക്ഷേ നമ്മൾ മാനസിക നില വളരുന്നത്. പക്ഷേ മ്യൂച്വൽ ഫണ്ട് SIPയിലൂടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ വെൽത്താണ് ക്രിയേറ്റ് ആവുന്നതെങ്കിൽ വെൽത്ത് മാത്രമല്ല അവിടെ ക്രിയേറ്റ് ആവുന്നത്, നിങ്ങളുടെ മൈൻഡ് സെറ്റും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും എല്ലാം അതനുസരിച്ച് ഉണ്ടാവുകയും അപ്പോൾ നിങ്ങൾക്ക് പൈസ നഷ്ടപ്പെടാതെ അതിനെ മാനേജ് ചെയ്യാനുള്ള കഴിവും കൂടിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ കൃത്യമായിട്ട് SIP ചെയ്യുക. റിട്ടയർമെൻറ്റ്സും ആവശ്യങ്ങളും മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് മില്യണേഴ്സായിട്ട് എല്ലാവരും മാറുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് നടക്കാത്ത കാര്യങ്ങളല്ല. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് നമ്മുടെ അടുത്ത് എക്സ്പീരിയൻസ് വരെ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 12 crore വരെ പുറത്തുള്ള ഒരാൾ നമ്മുടെ കഴിഞ്ഞ 12-13 കൊല്ലം കൊണ്ട് 12 കോടി രൂപയുടെ അടുത്ത്. ശരിക്കും ഞാനത് വിശ്വസിച്ചില്ല. അദ്ദേഹം എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തന്നപ്പോഴാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മൾ ദുബായ് പോയ സമയത്ത് ആയിരുന്നു. അദ്ദേഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും അത് സാധിക്കട്ടെ. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്കെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എന്തെങ്കിലും സപ്പോർട്ട്സൊക്കെ വേണമെങ്കിൽ ട്രേഡ് ടോക്സിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.